ചെറിയ കുട്ടികളും സുബർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, മീൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ സാധാരണ കുട്ടികളാരും അങ്ങനെ പഠിക്കാറില്ല. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഡിഫറൻസിയേഷൻ, പിന്നെ ഇന്റഗ്രേഷൻ, മെട്രിക്സ്, ട്രിഗണോമെട്രി, ഇങ്ങനെയുള്ള കുറേ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് എപ്പോഴും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അത് മാത്രമാണ് എക്സാമിന് വരുന്നതെന്ന് വിചാരിക്കരുത്, മറ്റുള്ള ചാപ്റ്റേഴ്സ് നിന്നൊക്കെ വരും. ഈ ക്വസ്റ്റൻ നോക്കിക്കേ, നമുക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊച്ചു ക്വസ്റ്റൻ ആണ്. കൊച്ചു ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദ മീൻ ഓഫ് n ഒബ്സർവേഷൻസ് 1, 4, 9, 16 etc. is 130. ഓക്കെ, ദെൻ n is, ഈ നമ്പറുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? 1, 4, 9, 16 etc. സ്ക്വയേഴ്സുകളാണ് അല്ലേ, പെർഫെക്റ്റ് സ്ക്വയേഴ്സുകൾ. അപ്പോൾ ഇതിന്റെ കുറെ ടേംസുകളിലെ, എത്ര ടേംസ് ആണെന്ന് അറിയില്ല, കുറെ ടേംസുകളുടെ മീൻ തന്നേക്കുന്നത്, അരിത്തമെറ്റിക് മീൻ തന്നേക്കുന്നത് 130. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം, മീൻസ് എത്ര ടേംസിന്റെ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല അല്ലേ, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ സമ്മ് ഡിവൈഡഡ് ബൈ n, അതാണല്ലോ അല്ലേ. അപ്പൊ ഇവിടുത്തെ സമ്മ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 4 + 9 + 16 + 25 + എക്സെട്ര ആണ് കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? n. ഇതാണ് അരിത്തമെറ്റിക് മീൻസ് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ 1 + 4 + 9 + 16 + 25, എന്തായാലും നമുക്ക് ഇതൊന്നും ആഡ് ചെയ്യാൻ സാധാരണ രീതിയിൽ കൂടെ അല്ല പറ്റുന്നത്. ഇതിനൊരു ഫോർമുല നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതൊന്ന് ഓർക്കണം, ഞാനിപ്പോ എഴുതും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ n സ്ക്വയർ ആണ് കേട്ടോ. സിഗ്മ n സ്ക്വയർ. സിഗ്മ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, സിഗ്മ n സ്ക്വയറിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചിരിക്കുക. n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് സിഗ്മ n സ്ക്വയർ. ബൈ ആരുണ്ട് മോനെ? n. അല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം സ്റ്റെപ്പുകൾ പോകാൻ. നിങ്ങൾക്ക് ഓരോ എഴുതുന്ന സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇപ്പൊ സിഗ്മ എക്സ് ഐ ബൈ n, സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇവരുടെ സമ്മ് എന്ന് പറയേണ്ടത്, അതുകൊണ്ട് ഇതിന്റെ സമ്മ്, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ n സ്ക്വയർ. സിഗ്മ n സ്ക്വയറിന്റെ ഫോർമുല n × n + 1 × 2n + 1 ഡിവൈഡ് ബൈ 6 ഹോൾ ഡിവൈഡഡ് ബൈ n. നമുക്കറിയാം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ n-ഉം ഈ n തമ്മിൽ എന്തായി പോയി? ക്യാൻസൽ ആയി. ഓക്കെ, ബാക്കി കിട്ടുന്നത് n + 1 × 2n + 1 ഡിവൈഡ് ബൈ എത്രയാണ്? 6 ആണ്. പക്ഷെ അവർ തന്നിട്ടുണ്ട് പോലെ ഈ അരിത്തമെറ്റിക് മീൻ എത്രയാണ് തന്നിട്ടുണ്ട്? 130 എന്ന് പറയുമ്പോൾ ഈ n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6 അല്ലേ നമുക്ക് കിട്ടിയ മീന്, അത് അവരെത്ര തന്നിട്ടുണ്ട്? ഈക്വൽ ടു 130 ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that is n + 1 × 2n + 1 is equal to 6 × 130. 13 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് 78 ആണ്. 0 കൊടുക്കുമ്പോൾ 780, 780 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ n + 1 × 2n + 1 780 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി n-ന്റെ വാല്യൂ നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന എങ്ങനെയാ, ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നെക്സ്റ്റ് -b + ഓർ മൈനസ്, എത്ര നേരം കൊണ്ടായിരിക്കും? ഉടനെ തീരുവോ? ഇല്ല, അങ്ങനൊന്നും ചെയ്യല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ടു പേരുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഈ രണ്ടു പേരുടെ പ്രോഡക്റ്റ് നമുക്ക് 780 എന്നാണ് വന്നേക്കുന്നത്. ഇതൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട് 0 ഉണ്ട്, കണ്ടോ മോനെ? 0 ഉണ്ട്. ഓക്കെ, 0 ഉള്ളത് കൊണ്ട് ഇതിൽ ഏതോ ഒരാൾ 0 ആണ്. എന്നാൽ 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണ്. ഒന്നിൽ n + 1 0യിൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ 2n + 1 0യിൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണ്. അതാണ്, എന്നെങ്കിൽ അതിന്റെ ആൻസറിൽ 780 വരാനുള്ള എളുപ്പ സാധ്യതയുള്ളൂ. ഓക്കെ, അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് നോക്കിക്കേ. 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്. ശരിയല്ലയോ? 19ഉം 20ഉം 21ഉം 22 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഏത് നമ്പർ കൊടുത്താൽ നമുക്ക് ആൻസർ വരാൻ, ഈ 780 വരാൻ സാധ്യത എന്ന് വെച്ചാൽ 19 ഒന്ന് ചുമ്മാ പരീക്ഷിക്കണം. അപ്പൊ 19 + 1 എത്ര മോനെ? 20. ഇനി ഇവിടെ 19 കൊടുക്കുമ്പോൾ 2 × 19 38, 38 + 1 39. ഓക്കെ, നോക്കിക്കേ, 39 × 2 അല്ലെങ്കിൽ 20, 780 കറക്റ്റ് ആയി. ഓക്കെ, 39 × 20 780. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ മോനെ? 19 ആണ്. ഓക്കെ, 20 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 20 + 1 വരും, ഇതും 2 × 20 41 വരും. ഒരിക്കലും 780 കിട്ടത്തില്ല. 21 കൊടുത്താൽ പറ്റത്തില്ല, 22 കൊടുത്താൽ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റുന്നത് ഏതാ മോനെ? 19 കൊടുക്കുന്നതാണ്. 19 കൊടുത്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? 780 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കുട്ടികൾ ഇത് പഠിച്ചോണം. കാരണം കോമ്പോസിഷനായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ വരും.
ഇത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്വസ്റ്റൻ ആണ്, ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾക്കെല്ലാം. ഓക്കെ, f of x equal to 4x plus 1, g of x equal to kx plus 2. If f composition g of x equal to g composition f of x, then what is k? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ f കോമ്പോസിഷൻ ജിയും g കോമ്പോസിഷൻ എഫും ഈക്വൽ ആകണമെങ്കിൽ k യുടെ വാല്യൂ എത്ര ആയിരിക്കണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം മെറ്റീരിയൽ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ എൻട്രൻസ് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഉള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. താഴെ തന്നുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. നമ്മുടെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിന്റെ ഫോർമുല ഒക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നമ്മൾ ഇതൊന്നും ഇവിടെ സമയം കളയാൻ പാടില്ല. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എഫ് ഓഫ് എക്സ് നോക്കണം. ആരാമനെ എഫ് ഓഫ് എക്സ് ആരാണ്? 4x plus 1. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മുടെ എൻട്രൻസ് ആ പഠിക്കുന്നത്, അതുകൊണ്ട് ആ രീതി കൂടെ വേണം നമ്മൾ തിങ്ക് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ പ്ലസ് ടുവിന്റെ ആ ലെവലിൽ താഴെ നിന്ന് ഇങ്ങനെ പതുക്കെ ചെയ്യുമല്ലോ, ഒറ്റയടിക്ക് ചെയ്യുക. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എഫ് ഓഫ് എക്സിനെ കാണണം. കണ്ടു, അവിടുത്തെ എക്സിനെ കണ്ടോ? മോനെ 4x plus 1 ആണല്ലോ എഫ് അല്ലേ? നമ്മൾ ആദ്യത്തെ എഫിനെ കണ്ടു, അവിടെ എക്സിനെ കണ്ടോ? ഈ എക്സിന്റെ സ്ഥാനത്ത് ദണ്ട് ഇവനെ എഴുതണം. ഇവനെ ഈ എക്സിന്റെ സ്ഥാനത്ത് ഇത്രയും വലിയ ടൈം ഇവിടെ വരണം. ദാറ്റ് ഈസ് 4 into kx plus 2, ഈ പ്ലസ് 1 പുറത്ത്. ഇതാണ് എഫ് കോമ്പോസിഷൻ ജി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ജിയെ നോക്കണം. ജിയോ ആരമനെ kx plus 2. അവിടുത്തെ ഈ എക്സിനെ കണ്ടോ? ഈ എക്സിന്റെ സ്ഥാനത്ത് എഫ് വരണം. ദാറ്റ് മീൻസ് നോക്കണേ, കെ എഴുതി ഈ എക്സിന്റെ സ്ഥാനത്ത് ഇത്രയും വലിയ ടൈം, ദാറ്റ് ഈസ് 4 into 4x plus 1 പ്ലസ് പുറത്താരാറ്റു. ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. ഒറ്റ സ്റ്റെപ്പ് ചെയ്യണം, നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കണേ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4kx ഫസ്റ്റ് ടൈം, 4 into 2 8 plus 1 അതേപോലെ, k into 4x that is 4kx, k into 1 k plus 2, 4kx അപ്പുറം ഇപ്പുറം എന്തായി പോയി, ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് കിട്ടുന്നത് 8 plus 1 is equal to k plus 2 അല്ലേ? ദാറ്റ് ഈസ് 9 equal to k plus 2 or k is equal to 9 minus 2. ആൻസർ is 7 is equal to k or k equal എത്ര മോനെ? 7. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഇങ്ങനെ വേണം ഇനി കോമ്പോസിഷൻ ഒക്കെ ചെയ്യാൻ. അല്ല പഴയ മെത്തേഡിൽ കൂടെ നമ്മൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കിട്ടാതിരിക്കുന്ന പലരും ഉണ്ട് അല്ലേ? ഇത്രയേ ഉള്ള സംഭവം. പക്ഷെ ആ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.